അല്ലല്ല, അതിനകത്ത് സ്ഥാനാർത്ഥികളുടെ വലിപ്പത്തിനൊന്നും ഒരു പ്രത്യേകതയില്ല. ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ 73-74 അമെൻമെൻ്റെ ഭാഗമായി വന്ന ഭരണഘടനാ ഭേദഗതിക്ക് അനുസരിച്ച് വന്ന സ്ഥാനാർത്ഥികളാണ്. നിയമസഭയാണെങ്കിലും ലോക്സഭയാണെങ്കിലും ഗ്രാമസഭയാണെങ്കിലും അതിൻ്റെയൊക്കെ ഗ്രാവിറ്റി ഒന്നാണ്, ജനങ്ങളെ സേവിക്കുക എന്നത് മാത്രമാണ്. ഇത്തവണത്തെ പ്രത്യേകത, ഞാൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞാൻ പദയാത്രയായിട്ടാണ് പോയത്. ഒരു റോഡ് പോലും മര്യാദയ്ക്കുള്ള റോഡുകളില്ല. അതിൻ്റെ കാരണം UDF മേഖലകളിലൊക്കെ നല്ല പോളിംഗ്. അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയായിരുന്നു. ഈ ഇടതുപക്ഷ ബൂത്തുകളിലാണ് ഒരു മന്ദഗതി ഈ പോളിംഗ് സമയത്ത് ദൃശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് മലബാറിൽ ഒന്നും കൂടി ഊർജിതമായിരിക്കും. മലബാറിൽ ഈ ഭാഗങ്ങളിൽ വളരെ ഊർജിതം, ഇന്നലത്തേക്കാൾ പ്രകടമാവും ഇവിടെ. അത് തന്നെയാണ് തങ്ങൾ പറഞ്ഞത്. അത് ഞാനതിന് അടിവരയിടുകയാണ്. അത് ഒരു ലക്ഷണമാണ്. അപ്പോൾ മലബാറിൽ ഭയങ്കരമായ ഒരു ആവേശം ഇന്ന് പ്രകടമാവും. ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് എന്തായിരിക്കും? അല്ല, ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് 10 കൊല്ലമായിട്ട് അവരനുഭവിക്കുന്ന വിഷമതകൾ തന്നെയാണ് അവരെ ഏറ്റവും ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു ഈ ഭരണം. അതിന് പുറമെയാണ് പിന്നെ ശബരിമലയും കൂടി വന്നത്. മറ്റു കാര്യങ്ങളൊക്കെ വന്നു പോണ ഓരോ കാര്യങ്ങൾ എന്നേ ഉള്ളൂ. പക്ഷേ ഇത് രണ്ടും വലിയ ഗൗരവമുള്ള വിഷയങ്ങൾ. ഒന്ന് ഭരണവിരുദ്ധ വികാരം, 2 ശബരിമല. ഇന്ന് പോളിംഗ് നടക്കുന്നതിൽ 3 കോർപ്പറേഷൻ ഉൾപ്പെടുന്നുണ്ട്. മികച്ച പ്രവർത്തനം ഉൾപ്പെടെ നടത്തി തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷ. കോർപ്പറേഷനിലൊക്കെ തിരിച്ചു വരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. കോർപ്പറേഷനിൽ ചെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒന്നും പിന്നെ UDF പ്രതീക്ഷ കുറവില്ല. കോഴിക്കോട് ഉൾപ്പെടെ UDF-നെതിരെ മുഖ്യമന്ത്രി അവസാന ഘട്ടത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും? അതെങ്ങനെ? ഒന്നും പ്രതിഫലിക്കൂല. ഏറ്റവും അധികം പ്രതിഫലിക്കാൻ പോകുന്ന ജീവിതത്തിലുണ്ടായ വിഷമം 10 കൊല്ലമായിട്ട്, പിന്നെ ഈ ശബരിമല, ഇത് തന്നെയാണ് തവണ പ്രതിഫലിക്കാൻ പോകുന്നത്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാതെ തന്നെയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ഇടതുഭരണത്തിനെതിരെയുള്ളൊരു വിധേയത്താവും കേരളം മൊത്തം. ഇവിടെ സൂചിപ്പിച്ച പോലെ കോർപ്പറേഷനുകളൊക്കെ UDF തിരിച്ചു പിടിക്കും. അവിടെ മലബാറിലൊക്കെ തന്നെ വലിയ ഐക്യജനാധിപത്യത്തിൻ്റെ ശക്തമായ മുന്നേറ്റം ഉണ്ടാവും. നേതാക്കളോട് പറഞ്ഞു കഴിഞ്ഞു. ജനങ്ങളെ കഴിഞ്ഞ 10 കൊല്ലമായി പുറത്തുമുട്ടിയിരിക്കുകയാണ്. അതിൻ്റെ വികാരം എങ്ങനെ പ്രകടിപ്പിക്കുമെന്ന് അവസരം കാത്തുകയാണ്. എന്തായാലും ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഇവിടെ വരും. ശക്തമായ രീതിയിലുള്ള ഒരു വിജയമായിരിക്കും. പ്രത്യേകിച്ച് വലിയ ശതമാനം പോളിംഗ് ഇവിടെ നടക്കാൻ പോവുകയാണ്. നേരത്തെ തെക്കൻ ഭാഗത്ത് നടന്നു. കോർപ്പറേഷനിലൊക്കെ വലിയ വലിയ പ്രതീക്ഷകളാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ വലിയ പ്രതീക്ഷകളാണ്. അപ്പോൾ എന്തായാലും ഈ അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ അതിനോട് മുന്നോടിയായി ഒരു സെമി ഫൈനലിൽ ശക്തമായ രീതിയിലുള്ളൊരു വലിയ ഒരു തേരോട്ടം UDF ഇവിടെ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ പോയപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. വലിയ പ്രതീക്ഷയാണ്. വോട്ട് ചെയ്ത ശേഷമുള്ള നേതാക്കളുടെ പ്രതികരണമാണ് നമുക്കടുത്ത